ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ഒരു സിമ്പിൾ ഡേയിലെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കാലമായി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് വരാം. ആസ് എ ഹോം മേക്കർ അപ്പോൾ എൻ്റെ എല്ലാ ദിവസത്തെയും റൂട്ടീൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അടിച്ചു വാരുക, അലക്കാനുള്ളതൊക്കെ അലക്കുക, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ മക്കളുടെ കാര്യങ്ങൾ, എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പണിയിലേക്ക് പോകും. അപ്പോൾ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവച്ചിട്ട് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കും. അടിച്ചു വാരുന്നതിന് മുമ്പ് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് റെഡിയാക്കി വെക്കും. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടാണ് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വെച്ചാൽ ഒരു പണിയായിരിക്കും. അപ്പോൾ ആദ്യം കഴുകിയിട്ട് ഉണങ്ങാൻ വെച്ച പാത്രങ്ങളൊക്കെ അതത് സ്ഥലത്ത് വെക്കലാന്ന്. എന്നിട്ട് ഓരോ പാത്രങ്ങളായിട്ട് കഴുകി എടുക്കലാന്ന്. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. മഴക്കാലമായാൽ പിന്നെ എത്ര വൃത്തിയാക്കിയാലും ഒരു വൃത്തിയാകാത്ത പോലെയാണ് തോന്നുക. ടൈലിലും നിലത്തും ഒക്കെ ഇങ്ങനെ വെള്ളം കയറിയ പോലെയും ഒക്കെ ആയിട്ട് ഒന്നും ഉണങ്ങുകയും ചെയ്യൂല. അതൊരു മാതിരിയാന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോർത്തിയിട്ട് ഉണക്കിയെടുക്കലാന്ന് ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പണി. പിന്നെ കുറച്ചിടയ്ക്ക് വെയിലൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊരു സമാധാനം, അലക്കിയ തുണിയൊക്കെ കുറച്ചായിട്ട് ഉണങ്ങുന്നു. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂട്ടിയിട്ട് അവിടെ എവിടെയൊക്കെ വീർത്തിയിട്ടിട്ടൊക്കെ അതൊരു പണിയാന്ന്. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച തുണി ലാസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണക്കുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഉണക്കി വെക്കലാണ്. ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് പൊടിയിൽ പൂർത്തി വെക്കാമെന്ന് വിചാരിച്ച്. മെഷീൻ ഉണ്ടായാലും മെഷീനിൽ അലക്കാൻ എന്തോ പോലെയാണ്, ഒരു വൃത്തിയാകാത്ത പോലെ തോന്നും. ഒന്നിക്കൽ ഇങ്ങനെ പോർത്തി വെച്ചിട്ട് ഒന്നും കയ്യില്ലെങ്കിൽ മെഷീനിൽ കൊണ്ടിടും, അല്ലെങ്കിൽ നനച്ചിട്ട് ഒന്ന് ഉണക്കാൻ മാത്രം മെഷീൻ ഉപയോഗിക്കും. പിന്നെ അലക്കുന്ന വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടൊന്നുമില്ല. അതെല്ലാം തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചട്നി ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മക്കൾക്കും കൊടുത്ത് ഞാനും ഇത് കഴിച്ച്. എന്നിട്ടാണ് പിന്നെ അടിച്ചു വരാൻ പോയത്. അപ്പോൾ വേഗം കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മടക്കി വെച്ച് കിടക്കപ്പിരിയൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മാച്ചിലും കൊണ്ട് ഇറങ്ങി. മക്കളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഒരു പണിയും എൻ്റെത് നീങ്ങൂല. അപ്പോൾ അവരെ കാര്യം ചെയ്യണം, എന്നിട്ട് വന്നിട്ട് ആദ്യം പണിയെടുക്കും, എന്നിട്ട് ആദ്യം സ്റ്റോപ്പാക്കിയിട്ട് പുറത്ത് പോകും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം തന്നെ കാണാം, ഞാനുള്ളിടത്ത് എല്ലായിടത്തും എൻ്റെ മക്കളും ഉണ്ടാവും. അങ്ങനെയാണ്. ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കലുണ്ട്, ഇതെന്നാന്ന് ഈ കുട്ടികളെന്നാന്ന് എൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് തന്നെ കളിക്കുന്നത്. വീട്ടിൽ എത്രപാട് സ്ഥലമുണ്ട്, എന്ന് എവിടെയെങ്കിലും പോയിട്ട് കളിച്ചൂടെ.
പിന്നെയാണ് ഞാൻ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉമ്മയും പറയും നീയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത്ര വരെ ആയതെന്ന്. എന്നാൽ നമുക്ക് അത്രക്കും വേണ്ട കാര്യമെന്നൊരു ക്ഷമ എന്ന് പറയുന്നതല്ലേ. അങ്ങനെ അതും കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകുന്നു. അതിനിടയിൽ ഇതാ എൻ്റെ മുറ്റടിച്ചാറിലൊക്കെ കഴിയുന്നുണ്ട്. ഇന്ന് കുറച്ച് വെയിലുള്ളതുകൊണ്ട് മുറ്റടിച്ച് വരുന്നതാണ്. കുറേ ദിവസമായി മുറ്റമൊന്നും അടിക്കാത്തത്. മഴയായതുകൊണ്ട് ആ ഒരു പണി ഉണ്ടാവില്ല. പുറത്തൊന്നും ഇറങ്ങാറേ ഇല്ലായിരുന്നു. പിന്നെ അലക്കിയ തുണിയൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ട് ഉണക്കലാന്ന്. ഉണക്കി കഴിഞ്ഞിട്ട് അത് മുകളിൽ കൊണ്ടുപോയിട്ട് ആറിയിടും. പിന്നെ മക്കൾക്ക് ഓട്സ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അവർക്ക് ഇഷ്ടമാണ് ഓട്സ്. ഞാനങ്ങനെ ഓട്സ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ തന്നെ ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പും പിന്നെ മധുരവും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ ഓട്സ് റെഡിയായി. ഇതിൽ വേണമെങ്കിൽ നെയ്യും നട്ട്സൊക്കെ ഒന്ന് ആഡാക്കി കൊടുത്താൽ അവർ കഴിക്കുമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെയും മക്കളെയും പിന്നെ കുറച്ച് സമയം അവരെ പ്ലേ ടൈമാണ്. അവരെ കളിക്കുന്ന കുറേ പൊട്ടിയതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കും. എന്നാലേ എനിക്ക് എൻ്റെ ഒപ്പം എന്തെങ്കിലും നിസ്കരിക്കാനോ അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ അവർ കളിക്കുന്നത് നോക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. പിന്നെ വൈകുന്നേരമായി. പിന്നെ വിചാരിച്ച് ചായക്ക് എന്തെങ്കിലും സ്നാക്ക് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ കായ്ക്കുംസും പിന്നെ മുട്ട നിറച്ചത്, റൊട്ടി നിറച്ചതുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മുട്ടനെ കൊണ്ട്. അപ്പോൾ ഇതുപോലെ പഴമൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മുട്ടയും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ബീറ്റാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ വാട്ടിയ പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ കായ്ക്കുംസ് റെഡിയായി. അതുപോലെ അതൊക്കെ കഴിച്ചിട്ട് ചായയും കൂടി അന്ന് വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്കേക്ക് നൂൽ പൊറോട്ടയും ചിക്കൻ ചില്ലിയും തയ്യാറാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കിയിട്ട് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആയിരുന്നു. അങ്ങനെ ഒരു മുസമ്പി ജ്യൂസും ഒക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനിയും വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ബൈ.